പ്രാചീന കേരള ഭാഷയ്ക്ക് മറ്റ് ഭാഷകളുമായിട്ടുള്ള സമ്പർക്കം മൂലം ഉണ്ടായിട്ടുള്ള രണ്ട് പ്രബലമായിട്ടുള്ള സാഹിത്യ ശാഖകളായിരുന്നു, പ്രാചീന കേരളത്തിലെ സാഹിത്യ ശാഖകളായിരുന്നു പാട്ടും മണിപ്രവാളവും. ഈ മണിപ്രവാളം എന്ന് പറയുന്നത് സംസ്കൃതവുമായുള്ള സമ്പർക്കം മൂലം ഉണ്ടായതാണെങ്കിൽ പാട്ട് തമിഴുമായിട്ടുള്ള സമ്പർക്കമാണ് പാട്ടുപ്രസ്ഥാനമായിട്ട് വളരുന്നത്. മലയാളത്തെ സംബന്ധിച്ച് മലയാളത്തിൻ്റെ വികാസത്തിൽ വളരെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു ഭാഷ തന്നെയാണ് തമിഴ്. ആ സ്വാധീനം എത്രത്തോളം ഗാഢമായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് പാട്ടുപ്രസ്ഥാനം എന്ന് പറയാം. പാട്ടിന് ലക്ഷണം കൊടുത്തിട്ടുള്ളത് ലീലാതിലകത്തിൽ തന്നെയാണ്. ലീലാതിലകം നമുക്കറിയുന്ന പോലെ മണിപ്രവാളത്തിൻ്റെ ലക്ഷണ ഗ്രന്ഥമാണ്. അതിൽ മണിപ്രവാളത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് വളരെ സാന്ദർഭികമായിട്ടാണ് പാട്ടിനെക്കുറിച്ച് പറയുന്നതും പാട്ടിന് ലക്ഷണം കൊടുക്കുന്നതും. അപ്പോൾ ലീലാതിലകത്തിൽ പാട്ടിന് കൊടുക്കുന്ന ലക്ഷണം ദ്രമിഡ സംഘാതാക്ഷര നിബന്ധ ഭേതുക മോന വൃത്ത വിശേഷയുക്തം പാട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ലക്ഷണത്തെ നമ്മൾ വിശദീകരിക്കുകയാണെങ്കിൽ ആദ്യം പറയുന്നത് ദ്രമിഡ സംഘാതാക്ഷരം എന്നാണ്. ദ്രമിഡ സംഘാതാക്ഷരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ്രാവിഡ അക്ഷരമാലയാണ്. അപ്പോൾ ദ്രാവിഡ അക്ഷരമാലയിൽ എഴുതിയതായിരിക്കണം എന്നാണ് പറയുന്നത്. അത് ഈ ദ്രമിഡ സംഘാതം എന്ന് പറയുന്നത് തമിഴരുടെയും മലയാളികളുടെയും ഒരു മാതൃകാക്ഷരമാലയാണ്. അപ്പോൾ ഇന്ന് കാണുന്ന രീതിയിലേക്ക് നമ്മുടെ അക്ഷരമാല പരിണമിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഏറ്റവും ആദ്യത്തെ രൂപം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള അക്ഷരമാല. ഇത് 12 സ്വരങ്ങളും 18 വ്യഞ്ജനങ്ങളും ഉൾപ്പെടുന്ന 30 അക്ഷരങ്ങളുള്ള ഈ അക്ഷരമാലയെയാണ് ദ്രമിഡ സംഘാതം എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ലക്ഷണത്തിൽ പറയുന്ന മറ്റൊന്ന് ഇതുക മോന എന്നുള്ള 2 കാര്യങ്ങളാണ്. ഇത് രണ്ടും ശബ്ദാലങ്കാരങ്ങളാണ്. ഇതുക എന്നുള്ളത് ദ്വിതീയാക്ഷരപ്രാസം തന്നെയാണ്. അതായത് എല്ലാ പാദങ്ങളിലും രണ്ടാമത്തെ അക്ഷരങ്ങൾക്ക് സാമ്യമുണ്ടാവണം, അതാണ് ഇതുക. ഇത് ദ്വിതീയാക്ഷരപ്രാസം തന്നെയാണ് എന്ന് പറയാമെങ്കിലും ഒരു പാട്ടിലെ 4 പാദത്തിലെയും ആദ്യ അക്ഷരങ്ങൾക്ക് മാത്ര ഒത്തുവരണം എന്നൊരു നിബന്ധന പാട്ടിലെ എതുകയ്ക്കുണ്ട്. അതുപോലെ മോന എന്ന് പറയുന്നത് പാദാർദ്ധാദി പ്രാസമാണ്. ഓരോ പാദത്തിൻ്റെയും ആദ്യത്തെയും രണ്ടാമത്തെയും ഭാഗത്തിലുള്ള അക്ഷരങ്ങൾക്ക് സാമ്യം വരണം എന്നുള്ളത്. പിന്നെ പാട്ടിൻ്റെ ലക്ഷണത്തിൽ പറയുന്ന മറ്റൊരു കാര്യം വസന്തതിലകം പോലുള്ള സംസ്കൃത വൃത്തങ്ങളിൽ നിന്ന് ഭിന്നമായ വൃത്തത്തിൽ ആയിരിക്കണം പാട്ട് എന്നുള്ളതാണ്. സംസ്കൃത പദങ്ങൾ പാട്ടിൽ ഉപയോഗിക്കാം. അത് വിഭക്ത്യന്തമായോ തത്സമമായോ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അവ തമിഴ് അക്ഷരമാലയിലെ അക്ഷരങ്ങൾ മാത്രം ഉപയോഗിച്ച് എഴുതുന്നവ ആയിരിക്കണം എന്നാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ വസന്തതിലകം തുടങ്ങിയ സംസ്കൃത വൃത്തങ്ങളിൽ നിന്ന് ഭിന്നമായിട്ടുള്ള ദ്രാവിഡ വൃത്തങ്ങളായിരിക്കണം പാട്ടിലുണ്ടാവേണ്ടത്. അതുപോലെ ചെയ്യുൾ വികാരങ്ങൾ വലിക്കൽ, മെലിത്തൽ, കുറുക്കൽ, പരത്തൽ, ഇതിനെയാണ് ചെയ്യുൾ വികാരങ്ങൾ എന്ന് പറയുന്നത്. ഇത് പാട്ടിൽ ഉപയോഗിക്കുന്ന പദങ്ങൾക്കും ഈ ഒരു ചെയ്യുൾ വികാരങ്ങളാവാം. പാട്ടുപ്രസ്ഥാനത്തിൽപ്പെട്ട കൃതികളെ പരിശോധിക്കുന്ന സമയത്ത് ആദ്യം പറയേണ്ടത് രാമചരിതത്തെക്കുറിച്ചിട്ടാണ്. രാമചരിതം പാട്ടിൻ്റെ ലക്ഷണം, ലീലാതിലകകാരൻ പറയുന്ന പാട്ടിൻ്റെ ലക്ഷണങ്ങളെല്ലാം ഒത്തിണങ്ങിയിട്ടുള്ള കൃതിയാണ് രാമചരിതം എന്ന് പറയുന്നത്. ഇത് രാമായണ കഥയുടെ ഒരു പുനരാഖ്യാനം ആണ്. രാമായണത്തിലെ യുദ്ധകാണ്ഡമാണ് രാമചരിതത്തിലെ വിഷയം. 1814 പാട്ടുകൾ ഉൾപ്പെടുന്ന കൃതിയാണിത്. 164 പടലങ്ങളുണ്ട്. ഓരോ പടലത്തിലും 10 11 പാട്ടുകൾ വീതം. അപ്പോൾ അതാണ് ഈ രാമചരിതത്തിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പ്രാചീന കൃതികളൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് അവയ്ക്ക് കൃത്യമായിട്ടൊരു കാലം അല്ലെങ്കിൽ ഇന്നയാളെ എഴുതി ഇന്ന സമയത്ത് എഴുതി എന്നൊക്കെ പറയുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഈ പല പണ്ഡിതന്മാരും പല മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന സമയത്തായിരിക്കാം അല്ലെങ്കിൽ ഇയാളായിരിക്കാം എഴുതിയിട്ടുള്ളത് എന്നുള്ള രീതിയിലുള്ള ചില അഭിപ്രായങ്ങൾ മാത്രമാണ് പഴയ കൃതികളെക്കുറിച്ച് നമുക്ക്
നമ്മുടെ മുമ്പിലുള്ള കാര്യങ്ങൾ, അതിന് എഴുതിയ ആളെക്കുറിച്ചും കാലത്തെക്കുറിച്ചിട്ടൊക്കെ ഉള്ളത് അത്തരം ചില അഭിപ്രായങ്ങൾ മാത്രമാണ്. അങ്ങനെ നോക്കുമ്പോൾ രാമചരിതത്തെക്കുറിച്ചിട്ടുള്ള പല അഭിപ്രായങ്ങളുണ്ട്, രാമചരിതത്തിൻ്റെ കാലത്തെക്കുറിച്ചിട്ടും കവിയെക്കുറിച്ചിട്ടും ഒക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ പൊതുവെ പറയുന്നത് ചീരാമകവിയാണ് രാമചരിതം എഴുതിയിട്ടുള്ളത് എന്ന് പറയാം. ഇതിൽ കോവുണ്ണി നെടുങ്ങാടിയുടെ ഒരു അഭിപ്രായമുണ്ട്. കോവുണ്ണി നെടുങ്ങാടി പറയുന്നത്, ഇത് രാമായണത്തിലെ യുദ്ധകാണ്ഡമാണല്ലോ ഈ രാമചരിതത്തിലെ വിഷയം. അപ്പോൾ സൈന്യത്തിന് ആത്മബലം നൽകുന്നതിന് വേണ്ടി ഏതോ ഒരു രാജാവ് രചിച്ചതാകാം രാമചരിതം എന്നാണ് കോവുണ്ണി നെടുങ്ങാടിയുടെ അഭിപ്രായം. പിന്നെയുള്ളൊരു അഭിപ്രായം എന്ന് പറയുന്നത് ഉള്ളൂരിൻ്റെതാണ്. കൊല്ലവർഷം 371 വേണാട് ഭരിച്ചിരുന്ന ശ്രീ വീരരാമവർമ്മയാണ് രാമചരിത കർത്താവ് എന്നാണ് ഉള്ളൂരിൻ്റെ വാദം. അങ്ങനെ പല വാദങ്ങൾ ആയിട്ടാണ് ഇതൊക്കെ, ഈ രാമചരിതത്തിൻ്റെ കർത്താവ് ആരാണ് എന്നുള്ളതൊക്കെ ഇത്തരം ചില അഭിപ്രായങ്ങളായിട്ടാണ് നിൽക്കുന്നത്. ഇനി അതിൻ്റെ കാലത്തെക്കുറിച്ച് പറയുമ്പോൾ ആർ നാരായണ പണിക്കർ, കേരള ഭാഷാ സാഹിത്യ ചരിത്രകാരൻ ആർ നാരായണ പണിക്കരുടെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ലീലാതിലകത്തിന് ശേഷമാണ് രാമചരിതം രചിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ്. അപ്പോൾ അത് ഈ ആർ നാരായണ പണിക്കർ ഈ ഒരു കാര്യം പറയാനുള്ള കാരണം ലീലാതിലകത്തിൽ രാമചരിതത്തെക്കുറിച്ച് പരാമർശിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വാദത്തെ മറ്റു പല പണ്ഡിതന്മാരും ഗണ്ണിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനൊരു വിമർശനാത്മകമായി നോക്കിക്കാണുന്നതിൻ്റെ കാരണങ്ങൾ എന്ന് പറയുന്നത്, ലീലാതിലകം ഒരിക്കലും പാട്ടിൻ്റെ ലക്ഷണഗ്രന്ഥമല്ല, അത് മണിപ്രവാളത്തിൻ്റെ ലക്ഷണഗ്രന്ഥമാണ്. അപ്പോൾ മണിപ്രവാളത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് വളരെ സാന്ദർഭികമായിട്ടാണ് പാട്ടിനെക്കുറിച്ച് പറയുന്നതും പാട്ടിന് ലക്ഷണം കൊടുക്കുന്നതും ഒക്കെ. അപ്പോൾ അങ്ങനെ ഒരു കൃതിയിൽ രാമചരിതം രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഒരു അത്ഭുതമല്ല എന്നുള്ള രീതിയിൽ ഈ ആർ നാരായണ പണിക്കരുടെ വാദത്തെ പലരും ഗണ്ണിച്ചിട്ടുണ്ട്. ഇനി ഭാഷാപരമായിട്ട് രാമചരിതത്തിൻ്റെ കാലം നിർണ്ണയിക്കുന്ന സമയത്ത് അത് 12-ാം ശതകത്തിനും 14-ാം ശതകത്തിനും മധ്യയാണ് രചിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറയാൻ പറ്റും. ഇത് മലയാള ഭാഷയുടെ പരിവർത്തന കാലത്തെ ആദ്യത്തെ കണ്ണിയും അതുപോലെ തമിഴിൽ നിന്ന് മലയാള ഭാഷ പിരിയുന്നതിൻ്റെ അവസാനത്തെ കണ്ണിയും കൂടെയാണ് രാമചരിതം എന്ന് പറയാം. ഈ ചീരാമൻ എന്നത് ശ്രീരാമൻ എന്ന പദത്തിൻ്റെ തൽഭവമാവണമെന്നും അത് 1195 മുതൽ 1208 വരെ തിരുവിതാംകൂർ ഭരിച്ച മണികണ്ഠ ബിരുദാലങ്കൃതനായ ശ്രീ വീരരാമവർമ്മയാകുന്നു എന്നതാണ് ഉള്ളൂരിൻ്റെ അഭിപ്രായം. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും കാണേണ്ട ഒരു കാര്യം, ചീരാമൻ എന്നുള്ളത് ശ്രീരാമൻ എന്ന പദത്തിൻ്റെ തൽഭവമാണ് എന്നുള്ളത്. അത് ഇപ്പോൾ പാട്ടിൻ്റെ ലക്ഷണത്തിൽ പറയുന്നത് ദ്രമിഡ സംഘാതത്തിലാക്കുന്നത് കൊണ്ടാണ് ശ്രീരാമൻ ചീരാമൻ ആയിട്ട് വരുന്നത്. അപ്പോൾ അത് ഉള്ളൂരിൻ്റെ ഒരു അഭിപ്രായമാണ്. ഇനി രാമചരിതത്തിൻ്റെ ഒരു ഉള്ളടക്കം നമ്മൾ പറഞ്ഞു, രാമായണത്തിലെ യുദ്ധകാണ്ഡമാണ്. രാമായണ കഥ മുഴുവനായിട്ടും പറയുക എന്നുള്ളത് രാമചരിതക്കാരൻ്റെ ഒരു ഉദ്ദേശ്യമായിരുന്നില്ല. അതിൽ രാമചരിതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, ഊനമറ്റിഴും രാമചരിതത്തിൽ ഒരു തെല്ലൂഴിയിൽ ചെറിയവർക്കറിയുമാർ ഉര ചെയ്യുവാൻ എന്നാണ്. അപ്പോൾ ഈ രാമചരിതത്തിലെ കുറച്ച് കാര്യം, രാമായണത്തിലെ കുറച്ച് കാര്യം എന്ന് രാമചരിതകാരൻ തന്നെ പറയുന്നുണ്ട്. ഈ വാക്യം രസാത്മകം കാവ്യം എന്നുള്ള വിശ്വനാഥൻ്റെ ഒരു വാക്യമുണ്ട്. അതിനോട് 100% യോജിക്കുന്ന ഒരു സമ്പൂർണ്ണ കൃതിയാണ് രാമചരിതം എന്ന് പറയാം. കരുണരസവും വീരരസവും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഉള്ളൊരു ഇതാണ് നമ്മൾ രാമചരിതത്തിൽ കാണുന്നത്. അതുപോലെ ഹാസ്യ രസാവതരണവും ഒക്കെ രാമചരിതത്തിൽ സുലഭമായിട്ട് കാണാം. പിന്നെ രാമചരിതത്തെക്കുറിച്ച് ഉള്ള മറ്റൊരു വാദം, അതൊരു തർക്കം എന്ന് പറയുന്നത്, വാൽമീകി രാമായണത്തെ ഉപജീവിച്ചിട്ടാണ് രാമചരിതം എഴുതപ്പെട്ടിട്ടുള്ളത് എന്ന് ചിലരും, അതുപോലെ കമ്പരാമായണത്തെ ഉപജീവിച്ചു എന്ന് മറ്റ് പലരും വാദിക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ രാമചരിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതൊരു തമിഴ് കൃതിയാണോ മലയാളമാണോ എന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയാം. ടി.എ. ഗോപിനാഥറാവു ആണ് അങ്ങനെ ഒരു അഭിപ്രായം ആദ്യമായിട്ട് പറയുന്നത്. ഇതൊരു തമിഴ് കൃതിയാണോ മലയാളമാണോ എന്ന് മനസ്സിലാവുന്നില്ല എന്നുള്ള അർത്ഥത്തിലൊരു അഭിപ്രായം ടി.എ. ഗോപിനാഥറാവു പറയുന്നുണ്ട്.
ആ അർത്ഥത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ള മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ ചരിത്രത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ളൊരു കൃതിയാണ് രാമചരിതം എന്ന് പറയാം. പാട്ടിൻ്റെ ഒരു വികാസം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാമചരിതത്തിനും അതുപോലെ തിരുനിഴൽമാലയ്ക്കും ശേഷം തിലക നിർവചനത്തിൽ നിന്ന് ഒരു വ്യത്യാസപ്പെട്ടുകൊണ്ടുള്ള പാട്ടുകളാണ് പിന്നീട് ഉണ്ടായിട്ടുള്ളത്. അതിനെ പാട്ടുശാഖയുടെ രണ്ടാം ഘട്ടം എന്ന് വിശേഷിപ്പിക്കാം. അതിൽ പ്രധാനപ്പെട്ടത് നിരണം കൃതികളും രാമകഥാപാട്ടുമാണ്. ഇത് ദ്രമിഡ സംഘാതാക്ഷര നിബന്ധമായിട്ടുള്ള പാട്ടുകളല്ല. ലക്ഷണയുക്തമായ പാട്ടിൽ നമ്മൾ പറയുന്ന, അതിൻ്റെ നിയമത്തിൽ പറയുന്ന എതുക, മോന, അന്താതിപ്രാസം, ചെയ്യുൾ വികാരങ്ങൾ, പാണ്ഡ്യഭാഷാ സാരൂപ്യം, വൃത്തവിശേഷം ഇതൊന്നും രണ്ടാം ഘട്ട പാട്ടുകളിൽ കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. തൽഭവ പദങ്ങളുടെയും വിഭക്ത്യന്ത പദങ്ങളുടെയും സംഖ്യ ഈ ഒരു രണ്ടാം ഘട്ടത്തിൽ വളരെ ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട് എന്ന് കാണാം. അതായത് ഈ അക്ഷരമാലയുടെ ഒരു പരിമിതി നമുക്ക് പാട്ടിൻ്റെ രണ്ടാം ഘട്ടത്തിൽ കാണാൻ സാധിക്കില്ല. സംസ്കൃതത്തിലെ ഒരുപാട് പദങ്ങൾ ആവശ്യം പോലെ ഉപയോഗിക്കാം എന്നുള്ള ഒരു നില ഈ രണ്ടാം ഘട്ടമായപ്പോഴേക്കും വരുന്നുണ്ട്. നാടൻ പാട്ടുകളിൽ പ്രയോഗിച്ചിട്ടുള്ള ഭാഷാവൃത്തങ്ങളുടെയും സംസ്കൃത വൃത്തങ്ങളുടെയും സ്വാധീന ഫലമായിട്ട് രണ്ടാം ഘട്ടത്തിൽ പാട്ടുകളിൽ വൃത്തവിശേഷമായും മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇത് ശരിക്കും പാട്ടിൻ്റെ ഒരു ക്രമികമായ വികാസമാണ് നിരണം കൃതികളിലും രാമകഥാപാട്ടിലുമൊക്കെ കാണുന്നത്. അപ്പോൾ ഇനി നിരണം കൃതികൾ എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ, നിരണം കവികൾ എന്ന് പറയുന്നത് 3 പേരെയാണ്: മാധവ പണിക്കർ, ശങ്കരപ്പണിക്കർ, രാമപ്പണിക്കർ. തിരുവല്ല താലൂക്കിലെ നിരണം എന്ന് പറയുന്നൊരു സ്ഥലത്ത് തൃക്കപാലീശ്വരം ക്ഷേത്രത്തിനടുത്ത് കണ്ണശ്ശൻ പറമ്പ് എന്നൊരു പറമ്പ് ഉണ്ടായിരുന്നെന്നും അവിടെ ഉണ്ടായിരുന്ന പണ്ഡിതനായിരുന്നു കരുണേശൻ, ഉഭയകവീശ്വരൻ എന്നും അദ്ദേഹത്തെ പറയാറുണ്ട്. ഈ കരുണേശൻ്റെ മക്കളാണ് മാധവ പണിക്കരും ശങ്കരപ്പണിക്കരും. ആളുടെ പുത്രിയുടെ മകനാണ് രാമപ്പണിക്കർ. അപ്പോൾ ഇവർ 3 പേരെയും കൂടെയാണ് മാധവ പണിക്കർ, ശങ്കരപ്പണിക്കർ, രാമപ്പണിക്കർ. ഇവർ 3 പേരെയുമാണ് നിരണം കവികൾ എന്ന് പറയുന്നത്. ഇവരുടെ കാലം കൊല്ലം 525-നും 625-നും ഒക്കെ ഒരു ഇടയ്ക്കോ ആവാമെന്നാണ് ഉള്ളൂർ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ നിരണം കൃതികളിൽ പ്രധാനപ്പെട്ടത് ആദ്യത്തേത് ഭാഷാ ഭഗവത്ഗീതയാണ്. അത് മാധവ പണിക്കരുടെ ഭാഷാ ഭഗവത്ഗീത. വ്യാസഭാരതത്തിലെ ഭീഷ്മപർവത്തിലുള്ള ഭഗവത്ഗീതയുടെ ഭാഷാ സംക്ഷേപമാണ് ഭാഷാ ഭഗവത്ഗീത. 700-ൽ പരം ശ്ലോകങ്ങളുള്ള ഭഗവത്ഗീത ആശയച്ചോർച്ച കൂടാതെ 328 പാട്ടിൽ സംക്ഷേപിച്ചിരിക്കുന്നു. ഈ കൃതി ആദ്യമായി പ്രസിദ്ധീകരിക്കുന്നത് ഉള്ളൂരാണ്. മധ്യകാല മലയാള മാതൃകകൾ എന്ന് പറഞ്ഞിട്ട് 1915 മധ്യകാല മലയാള മാതൃകകൾ 2ാം ഭാഗം, അതാണ് 1915 പ്രസിദ്ധീകരിക്കുന്നത്. അതിൽ ഈ ഒരു ഭാഷാ ഭഗവത്ഗീത പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് ഉള്ളൂർ ഭഗവത്ഗീത ഭാരതീയ ഭാഷകളിൽ മാത്രമല്ല ലോകഭാഷകളിൽ തന്നെ ഭഗവത്ഗീതയ്ക്ക് ഭാരതീയ ഭാഷകളിൽ മാത്രമല്ല ലോകഭാഷകളിൽ തന്നെ ആദ്യമായി ഒരു വിവർത്തനമുണ്ടായത് മലയാളത്തിലാണ് എന്ന് ഉള്ളൂർ അതിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. തമിഴിൽ പട്ടനാർ എന്ന കവി തയ്യാറാക്കിയ ഗീതാവിവർത്തനത്തോട് മാധവൻ്റെ ഭാഷാ ഭഗവത്ഗീതയ്ക്ക് അസാധാരണമായ സാദൃശ്യവും കാണുന്നുണ്ട് എന്ന് പറയാം. ഇനി മറ്റൊരു കൃതി ഭാരതമാലയാണ് ശങ്കരപ്പണിക്കരുടെ. 1,20,000-ൽ പരം ശ്ലോകങ്ങളുള്ള വ്യാസഭാരതത്തിൻ്റെ സാര സംക്ഷേപമാണ് 1363 പാട്ടുകളുള്ള ഭാരതമാല. സംക്ഷേപണത്തിലും വിഷയസ്വീകാര്യത്തിലും ശങ്കരൻ്റെ ഭാരതമാല എഴുത്തച്ഛന് മാതൃകയായിരുന്നു എന്ന് പറയാം. നിരണം കൃതികളിൽ പെടുന്ന 3ാമത്തെ കൃതിയാണ് കണ്ണശ്ശരാമായണം. 24,000-ൽ പരം ശ്ലോകങ്ങളുള്ള വാൽമീകി രാമായണം 3059 പാട്ടുകളിലായി ഈ രാമപ്പണിക്കർ കാച്ചിക്കുറുക്കി എന്ന് പറയാം.
കാച്ചിക്കുറുക്കിയ വാൽമീകി രാമായണം എന്ന് ഇതിനെ പറയാറുണ്ട്, കണ്ണശ രാമായണത്തിന്. വാൽമീകി രാമായണത്തിൻ്റെ ഉത്തരകാണ്ഡത്തിനടക്കം ഭാഷയിൽ ആദ്യമായി ഉണ്ടായ സംക്ഷിപ്ത വിവർത്തനമാണ് കണ്ണശ രാമായണം എന്ന് പറയാം. രാമപ്പണിക്കരുടെ മറ്റൊരു കൃതിയാണ് ശിവരാത്രി മഹാത്മ്യം എന്ന് പറയുന്നത്. അതിൽ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു പ്രയോഗമുണ്ട്, ഭാഷാമിശ്രമിതെന്തികഴാതെ എന്നുള്ളത്. ഈ പ്രയോഗമുള്ള കൃതി ശിവരാത്രി മഹാത്മ്യമാണ്. പിന്നെ നിരണം വൃത്തം എന്നറിയപ്പെടുന്നത് ഇരട്ടത്തരങ്കിണിയാണ്. തരങ്കിണി എന്ന് പറയുന്നത് ദ്വിമാത്രം ഗണം 8 എണ്ണം യതിമദ്യം തരങ്കിണി. ഇരട്ടത്തരങ്കിണിയുടെ ലക്ഷണം ദ്വിമാത്രം ഗണം 16 എണ്ണം യതിമദ്യം ഇരട്ടത്തരങ്കിണി എന്നുള്ളതാണ്. അപ്പോൾ ഇരട്ടത്തരങ്കിണിയാണ് നിരണം വൃത്തം എന്നറിയപ്പെടുന്നത്. പാഠ്യപ്രസ്ഥാനത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണ് തിരുനിഴൽമാല. ഇത് ശരിക്കും രാമചരിതത്തിനോട് ഒപ്പം ചേർത്ത് പറയേണ്ട ഒരു കൃതി തന്നെയാണ്. പാട്ടിൻ്റെ ലക്ഷണം അതുപോലെ പിന്തുടരുന്ന ഒരു കൃതി എന്ന് പറയാം. ഗോവിന്ദൻ ആണത് രചിച്ചിട്ടുള്ളത്. തിരുവാറന്മുള അപ്പൻ്റെ മാഹാത്മ്യം പ്രകീർത്തിക്കുന്ന കൃതിയാണ്. തമിഴിനോടുള്ള ഗാഢമായ അടുപ്പം ഈ ഒരു കൃതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ക്രിസ്തുവർഷം 1200-നും 1300-നും ഇടയ്ക്കാണ് ഇത് രചിക്കപ്പെട്ടത് എന്ന് കരുതപ്പെടുന്നു. 3 ഭാഗങ്ങളായിട്ടാണ് അതുള്ളത്. അതിൽ ഒന്നാമത്തെ ഭാഗത്തിൽ ദേവതാസ്തുതി, ഭാരതഖണ്ഡം, കേരളോൽപ്പത്തി, 64 ഗ്രാമങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. രണ്ടാം ഘട്ടത്തിൽ തൂവലുഴിയൽ, നാഗൂർ തുടങ്ങിയിട്ടുള്ള ചടങ്ങുകളെ കുറിച്ച് പറയുന്നു. മൂന്നാമത്തത് മലയർ അർപ്പിക്കുന്ന ബലി ആണ് മൂന്നാമത്തെ ഭാഗത്തിലെ പ്രതിപാദ്യ വിഷയം. ഇനി പാഠ്യപ്രസ്ഥാനത്തിലെ മറ്റൊരു കൃതിയാണ് രാമകഥാപാട്ട്. ഇതുക, മോന തുടങ്ങിയിട്ടുള്ള അലങ്കാരങ്ങൾ അത്യന്തം ദീക്ഷിച്ച് അന്താതിപ്രാസത്തോടെ ദ്രാവിഡ വൃത്തങ്ങളിൽ വിരചിതമായിട്ടുള്ള ഒരു ജനകീയ കാവ്യമാണ് രാമകഥാപാട്ട് എന്ന് പറയാം. പാട്ടിൻ്റെ വളർച്ചയിലെ പ്രത്യേകതകളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു കൃതിയാണ്. തെക്കൻ തിരുവിതാംകൂറിൽ ഉണ്ടായതുകൊണ്ടും ജനകീയ ഗാനകാവ്യമായതുകൊണ്ടും രാമകഥാപാട്ടിൽ അതുണ്ടായ കാലത്ത് തെക്കൻ തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന വാമൊഴിയുടെ സ്വാധീനം കൂടുതലായി കാണാൻ സാധിക്കും. സംസ്കൃതം, മലയാളം, തമിഴ് എന്നീ 3 ഭാഷകളുടെയും സമ്മേളനമാണ് രാമകഥാപാട്ടിലെ ഭാഷ എന്ന് പറയാം. രാമകഥാപാട്ട് മുത്തമിഴ് കാവ്യമാണെന്ന് പറയാറുണ്ട്. രാമകഥാപാട്ടിലെ ഏതാനും ഭാഗം ആദ്യമായി മുദ്രണം ചെയ്ത് പ്രകാശിപ്പിച്ചത് ഉള്ളൂരാണ്. എന്നിട്ട് ഉള്ളൂർ രാമചരിതത്തെയും രാമകഥാപാട്ടിനെയും പ്രാചീന മലയാള മാതൃകകളായിട്ടാണ് കണക്കാക്കിയത്. കേരള സാഹിത്യ ചരിത്രത്തിൽ തെക്കൻ പാട്ടുകളുടെ നെടുനായകം എന്നാണ് രാമകഥാപാട്ടിനെ ഉള്ളൂർ വിശേഷിപ്പിക്കുന്നത്. തെക്കൻ തിരുവിതാംകൂറിൽ സാമാന്യ വ്യവഹാര ഭാഷയായിരുന്ന തമിഴിൻ്റെ ഒരു ദേശീയ ഭേദത്തിലേക്ക് മലയാളത്തിൻ്റെ സമാവേശം എത്രത്തോളം ഉണ്ടെന്നറിയാൻ തെക്കൻ പാട്ടുകൾ പ്രയോജകീഭവിക്കും എന്നുള്ളത് ഗോദവർമ്മയുടെ ഒരു അഭിപ്രായമാണ് കേരള ഭാഷാ വിജ്ഞാനീയത്തിൽ. അത് ഈ ഒരു രാമകഥാപാട്ടുമായി ചേർത്ത് വായിക്കാവുന്നതാണ്. പിന്നെ ഈ രാമകഥാപാട്ടുമായി ബന്ധപ്പെട്ട് പറയാനുള്ള മറ്റൊരു കാര്യം, തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അമ്പിളി വളയം അല്ലെങ്കിൽ ചന്ദ്രവളയം എന്ന വാദ്യോപകരണം ഉപയോഗിച്ചുകൊണ്ട് രാമകഥാപാട്ട് പാടിയിരുന്നു എന്നുള്ളതാണ്. അവ്വാടുതുറ അയ്യപ്പിള്ള ആശാനാണ് ഇതിൻ്റെ കർത്താവ്. രാമകഥാപാട്ടിന് AD 10-ാം ശതകത്തോളം പഴക്കമുണ്ട് എന്നാണ് ചേലനാട്ട് അച്യുതമേനോൻ പറയുന്നത്. 15-ാം ശതകം എന്ന് ഉള്ളൂരും അഭിപ്രായപ്പെടുന്നുണ്ട്. ഇത് സമഗ്രമായിട്ട് പ്രസാധനം ചെയ്തിട്ടുള്ളത് PK നാരായണപിള്ളയാണ്. ആഭ്യന്തര തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 15-ാം ശതകമാണ് രാമകഥാപാട്ടിൻ്റെ കാലം എന്ന് PK നാരായണപിള്ള പറയുന്നുണ്ട്. മലയാളത്തിലെ നാടൻ പാട്ടുകളെ തെക്കൻ പാട്ടുകളെന്നും വടക്കൻ പാട്ടുകളെന്നും ഇടനാടൻ പാട്ടുകളെന്നും വിഭജിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വിഭജനം വരുന്നത് ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദക്ഷിണ കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന പാട്ടുകളെ തെക്കൻ പാട്ടുകളെന്നും ഉത്തര കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്നത് വടക്കൻ പാട്ടുകളെന്നും ഇതിൻ്റെ ഇടയിലുള്ള സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുള്ളവ ഇടനാടൻ പാട്ടുകളെന്നും പറയുന്നു. ഇതാണ് അതിൻ്റെ ഒരു വിഭജനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. തെക്കൻ പാട്ട് ദക്ഷിണ കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന പാട്ടുകളാണ് തെക്കൻ തിരുവിതാംകൂറിൽ പ്രചരിച്ചിരുന്നത്. വില്ലൊടിച്ചാൻ പാട്ട്, വില്ലുകൊട്ടിപ്പാട്ട് എന്നിങ്ങനെ ആ തരത്തിലൊക്കെ ഉണ്ടായിരുന്ന പാട്ടുകൾ. ഇതിനെ
മൂന്നായിട്ട് വിഭജിക്കുന്നുണ്ട്. ബാധാപ്രീതികരം, ദേശചരിത്രപരം, ദേവാരാധനപരം എന്നിങ്ങനെ തെക്കൻ പാട്ടുകളെ മൂന്നായിട്ട് വിഭജിക്കാവുന്നതാണ്. ബാധാപ്രീതികരം എന്ന് പറയുന്നത് അതിൻ്റെ ഉദാഹരണം ആണ് കന്നഡിയാൻ പോര്, അഞ്ചു തമ്പുരാൻ പാട്ട്, പുലകുടപ്പെരുമാൾ പാട്ട്, പുരുഷദേവിയമ്മൻ പാട്ട്, അങ്ങനെയുള്ളത് അനുഷ്ഠാനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഉള്ള പാട്ടുകൾ. ദേശചരിത്രപരമായിട്ടുള്ള പാട്ടുകൾക്ക് ഉദാഹരണമാണ് വലിയ തമ്പി കുഞ്ചുനപ്പി കഥ, ധർമ്മരാജാവിൻ്റെ രാമേശ്വര യാത്ര, അങ്ങനെയുള്ളത്. പിന്നെ ദേവാരാധനാപരമായിട്ടുള്ള ശാസ്താം പാട്ടുകൾ. ഇങ്ങനൊരു 3 വിഭജനം തെക്കൻ പാട്ടുകളുടെ കാര്യത്തിലുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഭാഷാശൈലി പറയുമ്പോൾ തമിഴും മലയാളവും കൂടിക്കലർന്ന ഭാഷയാണ് തെക്കൻ പാട്ടുകളുടെ പ്രധാന സവിശേഷത. അത് അക്ഷരമാലയിലെ അധികര മൃദുഘോഷോഷ്മാക്കൾ ഒഴിവാക്കി തമിഴ് അക്ഷരമാലയും മലയാളവും മിശ്രണം ചെയ്ത് എഴുതപ്പെട്ടിട്ടുള്ളതാണ് തെക്കൻ പാട്ടുകൾ. ഈ ചെന്തമിഴ് പദങ്ങൾ ഒരുപാടുണ്ടെങ്കിലും മലയാള ഭാഷയുടെ പ്രാചീന സ്വഭാവം പ്രകടമാക്കുന്ന ധാരാളം പ്രയോഗങ്ങളും ഇതിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ബാലൻ എന്നത് പാലൻ എന്നും, ഈശ്വരൻ, ഇറയവർ, അതുപോലെ ബലം, പലം എന്ന് കാണാം. പ്രശ്നം എന്നതിനെ പെരച്ചം എന്ന് കാണാം. ഇങ്ങനത്തെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് തെക്കൻ പാട്ടിൽ നിന്ന് കണ്ടെടുക്കാൻ സാധിക്കും. മറ്റൊന്ന് വടക്കൻ പാട്ടാണ്. വടക്കൻ പാട്ട് ഉത്തര കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന പാട്ടുകളാണ് വടക്കൻ പാട്ട്. ഇതിൻ്റെ ഒരു പ്രമേയപരമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് തെക്കൻ പാട്ടുകളിൽ തമിഴിൻ്റെ സ്വാധീനം വല്ലാണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ, അതല്ലാണ്ട് പ്രമേയപരമായിട്ട് ഇത് കുറച്ചുകൂടെ വീരാരാധനകളൊക്കെ ഉൾക്കൊള്ളുന്ന പാട്ടുകളാണ്. 400ഓളം വടക്കൻ പാട്ടുകൾ മലബാർ ഡിസ്ട്രിക്ട് കളക്ടറായിരുന്ന പേഴ്സി മക്വീൻ ശേഖരിച്ചിട്ടുള്ളതായിട്ട് പറയുന്നുണ്ട്. വടക്കൻ പാട്ടുകളിലെ നായകന്മാരും നായികമാരും ഒക്കെ കടത്തനാട്ടോ അതിന് സമീപമോ ഒക്കെ ജീവിച്ചിരുന്നവരാണ്. ഇപ്പോൾ പുത്തൂരം വീട്, അങ്ങനത്തെ ആരോമൽ ചേകവരെ കുറിച്ചിട്ടുള്ള പാട്ടുകൾ, ഉണ്ണിയാർച്ച, തച്ചോളി ഉദയനൻ, ഇത്തരം പാട്ടുകളാണ് വടക്കൻ പാട്ടുകൾ എന്ന് പറയുന്നത്.